നമുക്ക് ഡു, ഡെസ്, ഡിഡ് ഇത് മൂന്നും നോക്കാം. ഈ ഡു, ഡെസ്, ഡിഡ് ഇത് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡെസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തു. ഈ ഡൂവിന്റെ സിംഗുലർ ഫോം ആണ് ഡെസ്. നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ കൂടെ എസ് ഓർ ഇഎസ് ചേർത്ത് സിംഗുലർ ആക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെർബിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഓർ ഇഎസ് ചേർക്കുന്നത്. ഇവിടെ ഡു എന്ന് പറയുന്ന വെർബിന്റെ സിംഗുലർ ഫോം ആണ് ഡസ്. ഇത് ഡിഡ് ചെയ്തു പാസ്റ്റ് ഫോം. അപ്പൊ നമുക്ക് നോക്കാം. ജംപ് എന്ന് പറയുന്ന ഒരു ക്രിയ നമ്മൾ എടുത്തു. ഈ ജംപില് ജംപ് എന്ന് പറയുമ്പം ജംപ് പ്ലസ് ഡു ചെയ്യുകയും ഈ ജംപ് എന്ന ക്രിയയും കൂടെ ചേർന്ന തന്നെയാണ് ജംപ്. അതേസമയം ജംസ് വരുമ്പോഴോ ഡസ് എന്ന് പറയുന്ന ഡസും ജമ്പും കൂടെ ചേരുന്നതാണ് ഡസ് ജമ്പ്. അത് രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ജംസിനെ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ഇതാണ് കിട്ടുന്നത്. അപ്പൊ ജംസ് എന്ന് പറഞ്ഞാൽ ജമ്പ് പ്ലസ് ഡസ്. ഇനി ജംപ് എന്ന് പറയുമ്പോൾ ജമ്പ് പ്ലസ് ഡിഡ്, ഡിഡ് പ്ലസ് ജമ്പാണ് ജംപ്. അപ്പോഴ് ജം എന്ന് പറഞ്ഞാൽ ചാടുക, ചാടുന്നു, ചാടി. അപ്പോഴ് ഇതിനകത്ത് മൂന്നിലും വരുന്ന വെർബുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഡു, ഡസ്, ഡിഡ്. ജംസ് വന്നപ്പോ ഡസ് വന്നു, ജംപ് വന്നപ്പോ ഡിഡ് വന്നു. ജമ്പ് മാത്രമാണെങ്കിൽ ഡു. അതെപ്പോഴും ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഒരു പോസിറ്റീവ് സെന്റൻസ് നോക്കാം. ഹി റീച്ച്ഡ്, അവൻ എത്തിച്ചേർന്നു. ഇവിടെ റീച്ച് ആണ് ബേസ് ഫോം. അതിൻ്റെ കൂടെ ഡിഡ് ചേർന്നപ്പോഴാണ് റീച്ച്ഡ് എന്ന് ആയത്. ഇനി നമുക്ക് ഇതിനെ നെഗറ്റീവ് ആക്കാം. നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ് കൊടുക്കണം, അതിനോട് നോട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെ റീച്ച്ഡ് എന്ന് ഡയറക്റ്റ് ചേർത്ത് നോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? റീച്ച്ഡ് എന്ന് പറഞ്ഞ ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് റീച്ച് എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഡിഡ് എഴുതുക, അതിനോട് നോട്ട് ചേർക്കുക. ഡിഡ് നോട്ട്. ഡിഡ് നോട്ടിനെ ചുരുക്കി പറയുന്നത് ഡിഡിന്റ് എന്നാണെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് റീച്ച്. റീച്ച് എന്ന് പറയുമ്പോൾ പിന്നെ V1 ഉള്ളൂ. ഡിഡ് റീച്ച്ഡിൽ നിന്ന് നമ്മൾ ഡിഡിങ് എടുത്തു, പിന്നെ റീച്ച് മാത്രമേ ഉള്ളൂ. അപ്പോഴതേ എഴുതാവൂ. അപ്പം ഹി ഡിഡിൻ റീച്ച്. മനസ്സിലായോ? അടുത്തത് ഇതിനെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? ക്വസ്റ്റ്യൻ ആക്കുമ്പോഴും നമ്മൾ എന്ത് വേണം? ക്വസ്റ്റ്യൻ ആക്കുമ്പോഴും ഇവിടെ V1 തന്നെ വേണം. V1 വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് ഇങ്ങെടുത്തു, പിന്നെ V1 ആണുള്ളത്. ഡിഡ് എഴുതുക, അത് കഴിഞ്ഞ് ഹി. ഹി സബ്ജക്റ്റ് എഴുതി, പിന്നെ വെർബ് എഴുതി. ഡിഡിങ് എടുത്തപ്പോ പിന്നെ റീച്ചേ ഉള്ളൂ. ആ റീച്ച് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പം ഡിഡ് ഹി റീച്ച്? ഹി റീച്ച്ഡ്, അവൻ എത്തിച്ചേർന്നു. ഹി ഡിഡിൻ റീച്ച് എന്ന് പറഞ്ഞാൽ അവൻ എത്തിച്ചേർന്നില്ല, നെഗറ്റീവ്. അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോ ഡിഡ് ഹി റീച്ച്, അവൻ എത്തിച്ചേർന്നു. മനസ്സിലായോ? അടുത്തത് വേറൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഹി ഗോസ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോകുന്നു. ടു സ്കൂൾ, സ്കൂളിലേക്ക്. നമ്മളവിടെ ഈ ടു ഒക്കെ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? ഹി ഗോസ് ടു സ്കൂൾ. ഇവിടെ പ്രിപ്പോസിഷൻ ആണ് ടു. അപ്പം ഹി ഗോസ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോകുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് വന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വാചകമാണ്. അതില് സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ വന്നു. അങ്ങനെ വരുമ്പോ വെർബും സിംഗുലർ ആകും. സിംഗുലർ ആയ വെർബിനെ, ഗോ എന്ന് പറയുന്ന വെർബിനെ സിംഗുലർ ആക്കാൻ അതിനോടൊപ്പം എസ് ഓർ ഇഎസ് ചേർക്കണം. ഇവിടെ ഗോ വന്നത് കൊണ്ട് ES ആണ് ചേർക്കുന്നത്. നമ്മൾ എസും ESഉം ചേരുന്ന നിയമങ്ങളെല്ലാം വേറെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് പഴയ ക്ലാസ്സുകൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഹി ഗോസ് ടു സ്കൂൾ വന്നു. അപ്പൊ നമ്മൾ ഈ ഗോസ്, അടുത്തത് നമ്മൾ ഇതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കുമ്പോൾ നമുക്ക് ഈ വെർബിന്റെ ഫസ്റ്റ് ഫോം വേണം, ബേസ് ഫോം വേണം, പിന്നെ ഹെൽപ്പിംഗ് വെർബ് ഇത് വേണം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ഗോസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ഗോയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഡസിനെ ഇനി എടുത്തു. ആദ്യം സബ്ജക്റ്റ് എഴുതി, ഗോസിനെ സ്പ്ലിറ്റ് ചെയ്ത് വെർബ് എടുത്തു, ഡസ് എടുത്തു, പിന്നെ അതിൻ്റെ കൂടെ നോട്ട് ചേർത്തു. അപ്പം ഡസ് നോട്ട്. അതിനെ ചുരുക്കി എഴുതുമ്പോൾ ഡസിന്റ്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ളത് V1 ആണ്, ബേസ് ഫോം ആണ്, ഗോ ആണുള്ളത്. ഗോ ബാക്കി അതുപോലെ എഴുതി ടു സ്കൂൾ. ഹി ഡസിന്റ് ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നില്ല, പോകുകയല്ല. ഇവിടെ ഹി ഗോസ് ടു സ്കൂൾ, സ്കൂളിൽ പോകുന്നു. ഹി ഡസിന്റ് ഗോ ടു സ്കൂൾ, സ്കൂളിൽ പോകുന്നില്ല. ഇനി നമുക്കതിനെ ചോദ്യമാക്കാൻ എന്ത് ചെയ്യും? ഇതേപോലെ നമ്മൾ ഈ ഗോസിനെ സ്പ്ലിറ്റ് ചെയ്തെടുത്ത വെർബ് ആദ്യം എഴുതി ഡസ്, പിന്നെ സബ്ജക്റ്റ് എഴുതി ഹി, ഗോ, വെർബിന്റെ V1 അല്ലെങ്കിൽ ബേസ് ഫോം ടു സ്കൂൾ, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു.
മനസ്സിലായോ? അപ്പം ഡു, ഡസ്, ഡിഡ് എന്തുവാന്ന് കൃത്യമായിട്ട് ഒരുവിധം മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ നമ്മൾ ഈ വെർബ് സ്പ്ലിറ്റ് ചെയ്യുന്നതും ഇതൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് നോക്കിയിട്ട്